എല്ലാവർക്കും വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നേക്കുന്നത്. ഞാനിത് ഫേസ്ബുക്കിൻ്റെ നിന്ന് കണ്ടുപിടിച്ച ഒരു ഗസീബോയും സീരിയൽസൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും പൊട്ടിച്ചിട്ടിങ്ങനെ ഓരോ സൈഡ് വെക്കുമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ വോളിൽ എങ്ങനെയാണ് ഹുക്ക് ചെയ്യുന്നതെന്നും പിന്നെ നമ്മുടെ ബെഡ് സൈഡിൽ നമ്മുടെ റിമോട്ട്, പേഴ്സ്, നമ്മുടെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കണമെന്നുള്ളൊരു സ്റ്റോറേജൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോണേ. ഇത് കണ്ടോ, ഭയങ്കര കാറ്റാണ്. ഉണ്ടോ, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര കൊടുങ്കാറ്റ് പോലെയാണ്. കണ്ടോ, പുറത്ത് ഭയങ്കര മഴ, ഭയങ്കര വല്ലാത്ത മോശം കാലാവസ്ഥയാണ് ഇവിടെ UK. നാട്ടിൽ ഇതുപോലെ തന്നെ മഴയൊക്കെ തന്നെയല്ലേ ഇവിടെ, അതുതന്നെയാണ്. അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാഴ്സൽസ്. ഓക്കെ, അല്ലേ, ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ പൊട്ടിക്കാൻ വേണ്ടി പോണേ. ഓക്കെ, oh, careful. Okay. You know what to say? No, not yet. Not yet? Okay. This is, let's take it out. That's the lid, okay? This is Something to... Oh, it's gonna be in the kitchen. yes. So, It's like this is like this. Just close the, no, not like that. And you put Yes, things and yeah. then you do this and then I it think like this- breaks it. And I think you have to put this up like this. It's a cup. So put this one, okay, up. I think so, yeah. Yeah, so it will be low. Then you have to put the cereals there. No, what? Cereals, cornflakes, Oh, this is what to do. your Rice You can Krispies. put other stuff as well. Definitely put these This is for you. Like you can easily take it. So what you do, you are just going to close on this one up here, the lid. So you This is close on it. Yeah. eh. Then you put the cereals there. Yeah. Then you have to turn around like this, kiss. Then it will be filled. Then you have to just remove it and get it. That's it. That's the purpose of it. Okay? You like it? I mean, we haven't tested it, So so I let's can't put that say. in the box. Oh, this one has got a holder. This one we have to fix it on the wall, okay? So we just put it upward. There's an arrow showing there. You have to put that up. Then I think there's a 1, 2, 3, 4 screws there.
You have to screw that. Anyway, obviously made in China. ഞാൻ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ സംസാരിച്ചത്? ആകെ ഒരു കൺഫ്യൂഷൻ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇങ്ങനെ കണ്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് we may keep it like that, I think. Let me see. I think before we put the cup, I think we have to, you have to put it like that. ഞാൻ ഇംഗ്ലീഷിൽ പറയുന്ന അറിയാതെ മോനെ ഇവിടെ വെക്കുന്നുണ്ടോ അറിയാതെ മറന്നു. അപ്പം ഇങ്ങനെയാണ് ഇത് 3 എണ്ണവും ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ചെയ്ത് തന്നു കഴിയുമ്പോൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഉപയോഗം എന്ന് മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്ക് 3 ടൈപ്പ് സീരിയൽസ്, കോൺഫ്ലെക്സോ എന്നാ പറയുന്നത് റൈസ് ക്രിസ്പീസോ റൈസ് പപ്സോ ഒക്കെ ഇങ്ങനെ ഇടാം. ഇവിടെ യുക്കെയിലുള്ളതൊക്കെ മാത്രമുള്ള പിള്ളേർ ഇപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ നോക്കും ഇതൊന്നും ഉപയോഗിക്കാം കേട്ടോ. അപ്പം അടുത്ത സാധനം കാണിക്കാം. അപ്പം ഇതിങ്ങനെയാട്ടോ ഇരിക്കുന്നത്. അപ്പം ഇത് ഫിറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ കാണിക്കാം. അപ്പം ഇൻ കേസ് ജസ്റ്റ് ഇമാജിൻ പൊന്നു ഓക്കെ ഷോ യു. അപ്പം നമ്മൾ ഫിറ്റ് ചെയ്ത് പുറകിലാണ് വെക്കാൻ വേണ്ടി പോകുന്നത്, മീൻ കിച്ചണിൽ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വെക്കണം. ഓക്കെ, പുറത്തിലാണ് വെച്ചത്. നമ്മൾ ശരിക്കും ഫിക്സ് ചെയ്തിട്ടുള്ള ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കും ഫിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇത് ഗ്ലാസ് ആയതുകൊണ്ട് റേഡിയേറ്ററിൻ്റെ ഒന്നും എടുത്ത് വെക്കല്ലേ, ഇച്ചിരി മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാണ്. ഓക്കെ, ഇങ്ങനെ കുഴപ്പമില്ല. അപ്പോഴൊന്നും ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ പാഴ്സ് വന്നാൽ പൊട്ടിക്കാനായിട്ട്. അറിയാൻ അങ്ങനെയാണ് കൂട്ടുന്നത്. Slowly. It's nothing. I mean, it's just like a pop-up. It will just open it up if you open it. So just leave it there. It's just no, it's just popping up. We can't pop it up here. It's outside. It's like it's umbrella. one button in it. Yeah, it's just like umbrella, you know. Just open it up, then it will pop up. So this one, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. കാണിച്ചതാ. ഇതിങ്ങനെ ജസ്റ്റ് തുറക്കുന്നതാണ്. അപ്പം നാളെ ഇത് തുറന്ന് കഴിയുമ്പോൾ നാളത്തെ ഇതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്ന ഒരു സാധനമാണ്. കോഫി കളറാണ് മേടിച്ചേക്കുന്നത്. കനമാണ് ഇത്. എനിക്ക് ചുമക്കാൻ പറ്റുന്നത് വന്നപ്പോൾ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ 4 സ്ഥലത്ത് ഇങ്ങനെ വെക്കുന്നതാണ്. നമുക്ക് ഔട്ട് സൈഡിലും ഗാർഡനിലും മീൻസ് എന്താ പറയുന്നത് പാഷ്യോ ഇല്ലേ, അതിനകത്ത് സിമെൻറ്റും കൊണ്ടുണ്ടാക്കിയ അതിലാണേലും ഗാർഡനിൽ കുത്തി വെക്കാനാണെങ്കിലും ഇത് ഓക്കെയാണ്. ഇത് നല്ല സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. അസോമോംസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇത് മേടിച്ചാൽ പിറ്റേ ദിവസം തന്നെ നമുക്കിത് ഇന്നലെ ഞാൻ ഓർഡർ ചെയ്തു, ഇന്നെനിക്ക് കിട്ടി. കാരണം എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് ഭയങ്കര മഴയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ റൂൾ അനുസരിച്ച് നമുക്ക് ആൾക്കാരെ 30 വരെ ഇൻവൈറ്റ് ചെയ്യാം, പക്ഷേ ഗാർഡനിലേ പറ്റത്തുള്ളൂ. 6 പേർക്ക് മാത്രം അലൗഡ് ഉള്ളൂ ഇൻസൈഡിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പാപ്പയ്ക്ക് പറഞ്ഞു
അപ്പം ഇതെങ്ങനെ ഒടിഞ്ഞു പോയാൽ അത്രയും ആൾക്കും പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് മറ്റുള്ളവരൊന്ന് ഷെയർ ചെയ്യാതിരിക്കാം. ഈ കൊറോണയുടെയൊക്കെ സിറ്റുവേഷനൊന്നും ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം അത് മാത്രമല്ല, ഭയങ്കര കാറ്റും മഴയൊക്കെയാണ്. അപ്പോൾ കമ്പി ഒടിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുകിൽ എത്ര പഴയതാണെങ്കിലും എത്ര പുതിയതാണെങ്കിലും നമ്മൾ പുതിയത് മേടിച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇരുട്ടാണ് ഒരു നിർത്തേക്കുന്നത്. ഇവിടെ ഇത് അതിന് സൈഡിലേക്ക് വെച്ചാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. അല്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ടുള്ള ഇൻസ്റ്റാളേഷനൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ കട തുറക്കുന്നത് ഇങ്ങനെ തുറന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കത് തുറക്കുമ്പോൾ ഇത് കാണിക്കാനാണ്. ഇതെന്നെ കൊണ്ട് ഇവിടെ പൊക്കാൻ പറ്റുന്ന സംഭവമല്ല. നല്ല സിപ്പ് ബാഗ് ഉണ്ട്. ഇതിങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് ഇപ്പം കാറിലൊക്കെ പോകുമ്പോൾ നമുക്കിപ്പം ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നവർക്ക് ഇതിങ്ങനെ പായ്ക്കോടുകൂടി ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ഒരു കുഴപ്പമില്ല. നല്ല പൈസയാണ് ഇതിൻ്റെ വില. 19 പൗണ്ടാണ്. അപ്പം ഇത് മേടിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഉപകാരമായിരിക്കും. നമുക്ക് ഗാർഡൻ പാർട്ടിക്കൊക്കെ മഴ നനയാതെ നമുക്ക് പുറത്തിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം, വീടിൻ്റെ അകത്ത് കയറാതെ. ഓക്കെ, ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോകാം കേട്ടോ. എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതായത് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റും. എന്നിട്ട് ഇങ്ങനെ വെക്കാം. ദാറ്റ്സ് ഇറ്റ്. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കഴുകി ഉണക്കി വെച്ചതാണ്. കുറച്ചും കൂടെ ഉണങ്ങാൻ ഒരു ചെറിയ വാട്ടർ ഡ്രോപ്പ് പോലെ ഉണ്ട്. ശരിക്കും ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് സീരിയൽസ് ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കാണിക്കാം. ഞാൻ നമ്മുടെ ഓർഗനൈസർ പോയി കാണിക്കാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഓർഗനൈസർ. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജർ, നമ്മുടെ റിമോട്ട് കൺട്രോൾ, ഫോൺ, ഇവിടെ ലാപ്ടോപ്പ് വെക്കുന്നതാണ്. അപ്പം ഞാൻ ലാപ്ടോപ്പ് താഴെ ഇരിക്കുന്നത് എടുത്തു വെച്ചില്ല. പിന്നെ എനിക്ക് എപ്പോഴാണ് എൻ്റെ ഷുഗറൊക്കെ താഴെ പോകണമെന്ന് അറിയില്ല. ഞാൻ ഭയങ്കര ലോ ബ്ലഡ് ഷുഗറും ലോ ബി പി ഒക്കെ. അപ്പം അത് പിന്നെ തെർമോമീറ്റർ അതൊക്കെ ഞാൻ ഇതിനകത്തേക്ക് കയറ്റി വെച്ചു. കാരണം അതൊക്കെയാണ് ഇപ്പം നമുക്ക് തൽക്കാലം എമർജൻസി ആയിട്ട് ഈ ബെഡ് സൈഡിൽ തന്നെ വേണ്ടേ. അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അതെല്ലാം അങ്ങനെ കൊണ്ടും കബോർഡിനെ മുകളിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ എനിക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ ഗ്ലാസ് ഒക്കെ ഞാൻ ഇവിടെ ഇപ്പം ഗ്ലാസ് മുകളിൽ വെച്ചേക്കും. ആക്ച്വലി ഇത് ഇവിടെ ഇരുന്നാണ്. അതൊക്കെ ഇവിടെ വെക്കാനായിട്ടാണ്. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇതെന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ മാട്രസിൻ്റെ അടിയിൽ ഇതങ്ങോട്ട് വെച്ചാൽ മതി. എന്നിട്ട് മാട്രസ് അതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ മതി. വളരെ ഈസിയാണ്, അവിടെ നിന്നോളും. ഈ മാട്രസ് ഈ ബെഡ് ഞങ്ങളുടെ ലോ ഹൈറ്റാണ്. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ഹൈ ആയിട്ടുള്ള ബെഡ് ഇവിടെ കിടന്നത്. അപ്പം പക്ഷേ കുറച്ചും കൂടെ ഹൈറ്റുള്ള ബെഡാണെങ്കിൽ നന്നായിട്ട് ഹാങ് ചെയ്ത് നിൽക്കും, നല്ലതാണ്. അപ്പോൾ പിന്നെ ഈ ബെഡ്ഷീറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് സ്റ്റുഡിയോയിൽ ഞാൻ മേടിച്ച ബെഡ്ഷീറ്റാണ്. ഞാൻ പറഞ്ഞു റെയിൻബോ ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വേർഡ്സൊക്കെ നിങ്ങൾ കണ്ടോ. ബി എ റെയിൻബോ, ഇൻ ദ ക്ലൗഡ്സ്, ബി സ്ട്രോങ്. ഞാനിത് സ്ട്രോങ് ഒന്നും അല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാനിതൊക്കെ എന്നെ തന്നെ മേക്ക് സ്ട്രോങ് ആക്കാൻ ഞാൻ വെക്കുന്നത്. എ മില്യൺ, ലീവ് ലൈഫ് ഹാപ്പി. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശവും, ലീവ് ലൈഫ് ഹാപ്പി. അപ്പം ഇതാണ് ആ ബെഡ്ഷീറ്റ്. ഓക്കെ, അപ്പം ഇതും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതേ മോൻ്റെ ബെഡ്ഷീറ്റാണ് ഇത് രാത്രിയിൽ നന്നായിട്ട് ഇത് ഗ്ലോ ചെയ്യും. അപ്പം മോൻ്റെ റൂമാണിത്, മോൻ്റെ ബെഡ്ഷീറ്റ്. അപ്പം ഇത് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും. പിന്നെ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലും അടിക്കുക. എന്നാ പറയുന്നത്, പിന്നെ ആൾക്കാർ ഒത്തിരി പേര് എനിക്ക് കമൻറ്റ് വിടുന്നുണ്ട്. കമൻറ്റ് വിട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് വിടണം. കാരണം എന്നാന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കമൻറ്റ് വിട്ടാൽ കുറച്ച് 1-2 കമൻറ്റ് കഴിയുമ്പോഴത്തേനും യൂട്യൂബ് അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എനിക്കത് കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി കമൻറ്റ് ഇടുക, അത് കാണുക. ഓക്കെ, പിന്നെ ഞാൻ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ഇനിയും വരുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സാധനം മേടിക്കുന്നത് നിങ്ങളെ കാണിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഞാനൊരു സാധനം മേടിച്ച് കഴിയുമ്പോൾ അവർക്ക് കണ്ടു കഴിയുമ്പം ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്, ഇത് നല്ലതാണല്ലോ, കൊള്ളാലോ, ഞങ്ങളുടെ വീട്ടിൽ മേടിച്ച് വെച്ചാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അവരെന്നോട് ചോദിക്കും. ബട്ട് ദ പ്രോബ്ലം എന്നാന്ന് പറഞ്ഞാലുണ്ടല്ലോ, കുറേ നാൾ കഴിയുമ്പോൾ ഞാനിതൊക്കെ മറന്നു പോകും. അപ്പം ഫോർ മൈ റെഫറൻസ് ആൻഡ് അവർക്ക് പറഞ്ഞു കൊടുക്കാനും, അല്ല അവർക്ക് ഞാൻ നിങ്ങൾ ഇത് പോയി കാണുമെന്ന് പറയാനും എനിക്കിതൊരു പ്രൂഫ് നല്ലൊരു ഗൈഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അവർക്കാണെങ്കിലും നോക്കി നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ മാർഗ്ഗങ്ങളുണ്ട് നമുക്കിവിടെ യുകെയിൽ ഓരോ സാധനങ്ങൾ മേടിക്കാം. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻ നമുക്ക് എല്ലാ സാധനങ്ങൾക്കും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ സാധനങ്ങൾ ഞാൻ മേടിക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. ഞാൻ വർഷങ്ങളായി ഇങ്ങനെയാണ് മേടിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ചില തട്ടുകടൊക്കെ വരും. അതൊക്കെ നമ്മൾക്ക് ഇപ്പം എന്നാ ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ നമ്മൾ സ്വയമായിട്ട് ബ്ലെയിം എടുക്കുക.
ഓക്കെ, പിള്ളേരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ കാലാവസ്ഥയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. നിങ്ങൾ കണ്ടോ, ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെയാണ്. സോറി, മഴ ഇവിടെ നിന്നു, പക്ഷെ ഭയങ്കര കാറ്റാണ്. നിങ്ങൾ ചൂട് കാറ്റത് കണ്ടോ, മൊത്തം വൃത്തികേടായി, പൂവെല്ലാം പറഞ്ഞ് തകർന്ന് എൻ്റെ ചെടികളെല്ലാം മറിഞ്ഞു പോകുമോ എന്നുള്ള രീതിയാണ്. നമ്മുടെ മുകളിലത്തെ സ്ഥലങ്ങളെ കണ്ടോ, കാറ്റ് നിങ്ങൾ കണ്ടോ, താഴെ ഒടിഞ്ഞ് താഴെ മുട്ടും എന്ന് നമുക്ക് തോന്നിപ്പോ. അതുപോലത്തെ രീതിയിലാണ് കണ്ടോ, അടിയടിയെ ഭയങ്കര കാറ്റ് കേട്ടോ ഉള്ളൂ. അപ്പം എല്ലാവരും സുഖമായിരിക്കുക, സേഫായിരിക്കുക, കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും ഉപയോഗിക്കുക. നമ്മൾ വിചാരിച്ചാൽ നമുക്കും നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും കോവിഡ് വരാതിരിക്കാനും നമുക്ക് കിട്ടാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാം. മറ്റുള്ളവരുടെ കാര്യമൊക്കെ വിട്ടേക്കും, അവർ അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് കൊള്ളാം. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് ഞാൻ ഇങ്ങനെയൊന്നും പോകത്തില്ല, ഞാൻ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ച് നിൽക്കുന്നതുകൊണ്ട് സ്വന്തമായിട്ട് തീരുമാനിക്കാം. ഓക്കെ, നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റത്തുള്ളൂ, എല്ലാവരെയും ഇപ്പം നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതുപോലെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും. ഓക്കെ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞത്, എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. ഓക്കെ, നാളെയാണ് ഞങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ വെദർ ഈസ് വെരി ബാഡ്, സോ ഐ ഡോണ്ട് നോ, വിൽ സി വാട്ട് വിൽ ഹാപ്പൻ ടുമോറോ. എനിവേ ഞാനാണെങ്കിൽ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്കും കാണാം എന്താണ് എൻ്റെ സെലിബ്രേഷൻസ്.